നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 23, 2025 ചൊവ്വ. ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ 4ാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചതിനെ തുടർന്നും ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായി മാറിയതിന്റെ ഫലമായിട്ടും തുടർച്ചയായി ഇന്നലെ 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എങ്കിലും തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലെ ബൈയിങ്ങിന് ശേഷം ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വീണ്ടും 457.34 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4058.22 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,200 എന്ന ലെവൽ അതിശക്തമായി ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുമുണ്ട്. മാത്രമല്ല, ഈ മാസത്തെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനായ 1-ാം തീയതി നിഫ്റ്റി ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അന്ന് തന്നെ 26,200 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് അന്ന് നിലകൊണ്ടതും. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 26,200 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുമുണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ. അതേസമയം 26,000 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ തന്നെയാണ്. ആയതിനാലും ഇന്ന് നിഫ്റ്റി 26,000 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. മാത്രമല്ല, ഇന്ന് വീക്ക്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റും ഹൈലി വോളട്ടൈലുമായിരിക്കും. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിലേക്ക് വരുമ്പോൾ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 6 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും RBI മീറ്റിംഗ് മിനിറ്റ്സിന്റെ റിലീസ് ഉണ്ട്. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7 മണിയോടുകൂടി US നിന്നും Q3 GDP ഗ്രോത്ത് റേറ്റും ഒക്ടോബർ മാസത്തെ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സിന്റെ മന്ത് ഓൺ മന്തിന്റെ റിലീസുമുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് നേരിയ നഷ്ടത്തോടുകൂടിയും വിപ്രോ ADRന് 1.5% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇൻഫോസിസ് ADRന് കഴിഞ്ഞ ദിവസം നേടാൻ സാധിച്ച നേട്ടങ്ങളെയൊക്കെ വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ട് 5.24% നഷ്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതേസമയം ഡോക്ടർ റെഡ്ഡീസിന് 0.25%, ICIC ബാങ്കിന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ HDFC ബാങ്കിന് 1%-ലേറെ നേട്ടവും കൈവരിക്കുവാനായി. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഈ ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനായ ഇന്നലെ US മാർക്കറ്റിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു തുടർച്ചയായി. മാത്രമല്ല, S&P 500ന് അതിന്റെ റെക്കോർഡ് ഹൈയുടെ അടുത്തേക്കായിട്ടും ഇന്നലെ എത്തിച്ചേരുവാൻ സാധിച്ചു. തൽഫലമായി S&P 500ന് 0.25%-ലേറെയും നാസ്ഡാക്കിന് 0.5%-ലേറെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിലാണ് നിലവിൽ വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ലോങ് ഹോളിഡേ വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകർ പാലിച്ച ജാഗ്രതയെ തുടർന്ന് ഇന്നലെ വോളിയം താരതമ്യേന കുറവായിരുന്നു. തൽഫലമായി UK ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെയും ജർമ്മൻ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് വെളുപ്പിന് ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 0.25%-നടുത്ത് നേട്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ നിലവിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $61.97 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $57.90 പെർ ബാരൽ എന്ന നിലയിലുമായിട്ട് എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വിലയിൽ വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. നിലവിൽ $468.45 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.62 എന്ന ലെവലിൽ അൾട്രാ ബുള്ളിഷ് ആയിട്ട് തന്നെ നിലകൊള്ളുന്നു. മാക്സ് പെയിൻ 26,150 എന്ന നിലയിലും. ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനോട് കൂടിയിട്ടുള്ള
ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ദൃശ്യമാകുന്നത്. മാത്രമല്ല നിഫ്റ്റിക്ക് ഇന്നലെയും അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയും 58.56 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,150 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 26,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.8 എന്ന നിലയിലും മാക്സ് പെയിൻ 59,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വോൾട്ടാലിറ്റി നിലനിൽക്കുമ്പോഴും തുടർച്ചയായ നേട്ടം തുടരുവാൻ സാധിച്ചതിന്റെ ഫലമായി മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിക്കും ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് ഇന്നലെ നിലകൊള്ളുവാനുമായി RSIയും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 56.08 എന്ന ലെവലിലേക്കുമായി എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 59,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. IRCTC 2026 ഫെബ്രുവരി 25 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ F&O വിഭാഗത്തിലെ വ്യാപാരം നിർത്തും. HCL ടെക്നോളജീസ് ക്ലൗഡ് സോഫ്റ്റ്വെയർ ഗ്രൂപ്പിന്റെ ബിസിനസ് യൂണിറ്റായ ജാസ്ഫർ സോഫ്റ്റിനെ $240 മില്യൺ ഏറ്റെടുക്കാനുള്ള പദ്ധതി കമ്പനി പ്രഖ്യാപിച്ചു. ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ആന്റണി ലാറ എൻവീറോ സൊല്യൂഷൻസിന് താനെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് 329.49 കോടി രൂപയുടെ കരാർ ലഭിക്കുകയുണ്ടായി. GPT ഇൻഫ്ര പ്രൊജക്ട്സ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ 4 വരി എലവേറ്റഡ് റോഡ് നിർമ്മാണത്തിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും 670 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സാത്വിക് ഗ്രീൻ എനർജി കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ സാത്വിക് സോളാർ ഇൻഡസ്ട്രീസിന് 486 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിക്കുകയുണ്ടായി. സാൻഗ്വി മൂവേഴ്സ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ സാൻഗ്രീൻ ഫ്യൂച്ചർ റിന്യൂവബിൾസിന് 428.72 കോടി രൂപയുടെ വലിയ വർക്ക് ഓർഡർ ലഭിക്കുകയുണ്ടായി. പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സ് പ്രൊജക്ട്സ് ചെന്നൈയിലെ മേടവക്കത്ത് 25 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു. ഏകദേശം 5 ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള വികസന സാധ്യതയും 5000 കോടി രൂപയിലധികം വരുമാന സാധ്യതയുമുള്ള ഒരു ഭൂമിയാണിത്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.